ഞാൻ ഈ പുല്ലുകൾ വകഞ്ഞു മാറ്റി പോണത് വേറെ എവിടിക്കല്ല കേട്ടാ, വീടിന്റെ അടുത്തൊരു കുളത്തേക്ക് മഴ പെയ്ത് തന്നെ കുറെ പേര് പറഞ്ഞു ഇതിൽ നല്ല രീതിക്ക് മീനുണ്ടെന്ന്. ചെന്ന് നോക്കിയപ്പോഴാണ് ഈ പാറ്റിയൊരു മീൻ നിൽക്കുന്നത്. ഇതിന്റെ കൂടെയുള്ള തന്നെ ആരോ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല കുറെ 4 സെറ്റ് മീനുകൾ അവിടെ പാറ്റി കിടക്കണമെന്ന്. പക്ഷെ ഒന്നിനും കൂടെ രണ്ടെണ്ണമായിട്ട് ബ്രാലിനെ നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. അതിനെ കുളത്തിന് ചുറ്റും നടന്ന് നമ്മൾ ചെറിയൊരു ബ്രാലിനെ കാണുന്നുണ്ട്. ആ കൂടി ഇവിടെ വന്നിട്ട് കണ്ടത് ഈ ഒരു ചെറിയ ബ്രാലാട്ടോ, ബാക്കിയുള്ളതൊക്കെ പാറ്റി നിൽക്കായിരുന്നു. അവന് നമ്മൾ നേരെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ആദ്യത്തെ അടിയിൽ നമ്മൾ വെച്ച് പുല്ലിൻ്റെ ഉള്ളിൽ പോയപ്പോൾ പുല്ലിൻ്റെ കട്ട കിട്ടിയിരുന്നു. പിന്നെ വലിച്ച് കയറ്റി എടുത്തപ്പോൾ മനസ്സിലായി അതിൻ്റെ പാശാന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ നമ്മൾ നേരത്തെ തൂക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരെ ബാഗിലിട്ട് നമ്മൾ പോണ വയ്ക്കാൻ വേറൊരു ബ്രാലിനെ കണ്ടു. അതാണ് ഇതേ വലിപ്പം തന്നെയാണ്. പിന്നെ അവൻ അടിക്കാനായിട്ട് നിന്നില്ല. ആശാൻ്റെ പിന്നാലെയാണ് ഈ പടകളെ പോലെ കുറെ കരിപ്പിടി കുട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളം കയറി തന്നെ ഉമ്മാരെ എങ്ങടെ ചാടാന്ന് വെച്ചിട്ട് കിടന്ന് നടക്കുക. അത് ഈ സൈഡിലൊക്കെ നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയി നമ്മുടെ കൂട്ടുകാരൻ്റെ കടയ്ക്ക് എയിം ഷൂട്ടറിൻ്റെ ഈ ചേട്ടനെ സ്റ്റിക്കും ബൈക്ക് കാസ്റ്റൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാട്ടാ. അതിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ ഷോപ്പിൽ കയറിയപ്പോൾ ചേട്ടൻ്റെ കിളി പോയി. അമ്മ ഒരു കളക്ഷൻ കേട്ടോ അവിടെ. ആശാൻ എന്തായാലും സ്റ്റിക്ക് അടിക്കാനുള്ള സാധനങ്ങൾ നോക്കണം. നമ്മുടെ കണ്ണ് നേരെ പോയത് ഈ ഒരു ഗണ്ണുമിക്കായിട്ടാ. നമ്മുടെ ഗണ്ണ് എന്തായാലും നല്ല രീതിക്ക് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്തെങ്കിലും വാങ്ങണം. അതിൻ്റെ ഒപ്പം തന്നെ നല്ല നല്ല കൂടുകളൊക്കെ പല സൈസിലായിട്ട് അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ചാലുകളിലൊക്കെ വീശാൻ പറ്റും നല്ല ചൈനീസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ആശ നേരെ പോയത് ഫ്രോഗിൻ്റെ കളക്ഷനിലേക്ക്. ഏതാ എടുക്കണമെന്ന് ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്മായിട്ട് സാധനങ്ങളായിരുന്നു അവിടെ എടുക്കേണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിക്ക് ആൾക്കാർ കയറി വന്നു നമ്മുടെ ഷോപ്പിക്ക്. പിന്നെ അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ആശ നല്ലൊരു ബൈക്ക് കാസ്റ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് 2600-ൻ്റെ. അതിനൊപ്പം തന്നെ നല്ലൊരു ബ്രൈഡും കൂടി നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ വളർത്തുമീനൊക്കെ കുറെ കയറി വരില്ലേ, അവന്മാരടിക്കാൻ പറ്റിയൊരു ഐറ്റം എടുക്കണണ്ട ഈ സാധനം. ഇത് വെച്ച് എങ്ങനെ അടിച്ചാലും നമ്മുടെ ബ്രൈഡ് പൊട്ടിപ്പോവാന്നല്ലാണ്ട് ഇതെന്തായാലും കയറാണ്ട് വരില്ല കേട്ടോ. അമ്മാതിരി മൂർച്ചയും കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ ആവും മുന്നേ നമ്മൾ യൂട്യൂബ് ചാനലിൽ കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴായിട്ട് നമുക്ക് മര വെറൈറ്റികൾ മനസ്സിലാക്കാൻ പറ്റിയ നല്ല നല്ല അടിപൊളി ഡാർട്ടോള്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരാലോടത്ത് ഇപ്പോൾ ഒരു ആശാന്ത അവിടെ ബ്രാലിനെ പിടിച്ചിട്ട് നമ്മൾ കാണിക്കാണ്ട് പോകാൻ തൊട്ടാ നമ്മൾ വിടും. നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയി നമ്മുടെ പാടത്തേക്ക് വെള്ളം എന്ന് പറഞ്ഞാലും കളിയൊക്കെ നിർത്തി വെച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഷോൾഡറിൽ ഇരിക്കുന്ന കുരിപ്പിന് നമ്മൾ ഇറക്കി നേരത്തെ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഓർമ്മ വന്നു. നമ്മുടെ സുഡാനി വിഷിംഗ് എന്ന യൂട്യൂബ് ചാനലിൽ 10K അടിക്കാറുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്തൊന്ന് കൂടിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എന്താ ബെനീന് ഉരുടാൻ വന്നപ്പോൾ പിള്ളേർ നമ്മൾ നനച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒടുക്കത്തെ കളിയായിട്ടാ. കളി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നപ്പോൾ നല്ല രീതിക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ടാ. അത് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ടൊക്കെ ഇങ്ങനെ. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്.